ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക് അരീന. ഇന്ത്യയുടെ 2024 എന്ന കലണ്ടർ വർഷം തോൽവിയോടുകൂടിയാണ് സമാപിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ മെൽബണിൽ വെച്ചുകൊണ്ട് നടന്ന ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു. ഈ ഒരു വർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ചതൊന്നും ആയിരുന്നില്ല. ശരിയാണ്, T20 വേൾഡ് കപ്പ് ഇന്ത്യ നേടിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് മോശം അവസ്ഥകളും ഇന്ത്യക്ക് ഈ ഒരു വർഷം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അടുത്ത വർഷത്തിൽ മികച്ച രൂപത്തിലേക്ക് മാറാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത വർഷം ഇന്ത്യൻ ടീം കളിക്കുന്ന മത്സരങ്ങളുടെ ഷെഡ്യൂളുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം ടെസ്റ്റ് മത്സരങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5ാമത്തെ ടെസ്റ്റ് മത്സരം നടക്കാനുണ്ട്. അത് സിഡ്നിയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. 2025 ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം അതാണ്. അതുപോലെ തന്നെ WTC ഫൈനൽ അവിടെയുണ്ട്. പക്ഷേ ഇന്ത്യ യോഗ്യത നേടുകയാണെങ്കിൽ മാത്രമാണ് ഇന്ത്യക്ക് ആ ഒരു ഫൈനൽ കളിക്കാൻ സാധിക്കുക. അതിനുശേഷം 5 ടെസ്റ്റ് മത്സരങ്ങൾ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ കളിക്കുന്നുണ്ട്. പക്ഷെ അത് എവേ മത്സരമാണ്. ഇംഗ്ലണ്ടിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരങ്ങൾ നടക്കുക. കൂടാതെ വെസ്റ്റ് ഇൻഡീസിനെതിരെയും സൗത്ത് ആഫ്രിക്കക്കെതിരെയും ഇന്ത്യ 2 ടെസ്റ്റ് മത്സരങ്ങൾ വീതം കളിക്കുന്നുണ്ട്. രണ്ടും സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യ കളിക്കുന്നത്. ഇങ്ങനെയാണ് ഇന്ത്യയുടെ 2025 ടെസ്റ്റ് മത്സരങ്ങളുടെ ഒരു ഷെഡ്യൂളുകൾ വരുന്നത്. ഇനി ഏകദിന മത്സരങ്ങളുടെ ഷെഡ്യൂളുകളിലേക്ക് പോകാം. 3 ഏകദിന മത്സരങ്ങൾ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ കളിക്കുന്നുണ്ട്. അത് ഹോം മത്സരമാണ്. സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യ കളിക്കുക. പിന്നീട് ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് കളിക്കേണ്ടി വരുന്നുണ്ട്. 5 മത്സരങ്ങൾ അതിൽ കളിക്കാനുണ്ടാകും. അതിനുശേഷം ബംഗ്ലാദേശിനെതിരെ 3 മത്സരങ്ങളുടെ ഒരു ഏകദിന പരമ്പര ഇന്ത്യ കളിക്കുന്നുണ്ട്. അത് എവേ മത്സരമാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കെതിരെ 3 മത്സരങ്ങളുടെ ഒരു ഏകദിന പരമ്പര ഇന്ത്യ ഈ ഒരു വർഷം കളിക്കുന്നുണ്ട്. അതും എവേ മത്സരമാണ്. പിന്നീട് സൗത്ത് ആഫ്രിക്കയെ ഇന്ത്യ നേരിടുന്നുണ്ട്. 3 ഏകദിന മത്സരങ്ങളാണ് കളിക്കുക. പക്ഷേ അത് ഹോം മത്സരമാണ്. സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യ കളിക്കുക. ഇങ്ങനെയാണ് ഇന്ത്യയുടെ 2025 ഏകദിന മത്സരങ്ങളുടെ ഷെഡ്യൂൾ വരുന്നത്. ഇനിയിപ്പോൾ T20 മത്സരങ്ങളുടെ ഷെഡ്യൂളുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇംഗ്ലണ്ടിനെതിരെ 5 T20 മത്സരങ്ങൾ ഇന്ത്യ കളിക്കുന്നുണ്ട്. ഹോം മത്സരമാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശിനെതിരെ 3 T20 മത്സരങ്ങൾ ഇന്ത്യ കളിക്കുന്നുണ്ട്. അത് എവേ മത്സരമാണ്. ഏഷ്യ കപ്പ് ഇന്ത്യയെ ഈ ഒരു വർഷം കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓസീസിനെതിരെ 5 T20 മത്സരങ്ങളുടെ ഒരു വലിയ പരമ്പര ഇന്ത്യയെ കാത്തിരിക്കുന്നുണ്ട്. എവേ മത്സരമാണ്. ഓസ്ട്രേലിയയിൽ വെച്ചുകൊണ്ടാണ് ആ ഒരു മത്സരങ്ങൾ നടക്കുക. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കക്കെതിരെ ഇന്ത്യ 5 T20 മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. അത് ഹോം മത്സരമാണ്. സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യ കളിക്കുക. ഇത്രയും മത്സരങ്ങളാണ് ഇന്ത്യക്ക് ഈ ഒരു വർഷം കളിക്കേണ്ടി വരുന്നത്. ഒരു വലിയ ഷെഡ്യൂൾ തന്നെ ഇന്ത്യയെ 2025 കാത്തിരിക്കുന്നുണ്ട്. മികച്ച പ്രകടനം നടത്താൻ നമ്മുടെ ടീമിന് കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.